എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമാ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ 13-ാം തീയതി റിലീസായ മറ്റൊരു ചിത്രമാണ് റോന്ത് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതിന്റെ സംവിധായകനും ഇതിന്റെ തിരക്കഥാകൃത്തും ഒരാളാണ്. അതായത് ഷാഫി കബീർ എന്ന വ്യക്തിയാണ് ഇതിന്റെ സംവിധാനവും തിരക്കഥയും രചിച്ചത്. ഇതൊരു പോലീസ് സ്റ്റോറി എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്ന രണ്ട് പോലീസുകാരുകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ കാണുന്ന ചില കാഴ്ചകളാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്. അപ്പൊ അവര് കാണുന്ന ആ കാഴ്ചകളിൽ ക്രൈമുണ്ട്, മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയുണ്ട്, ദുഃഖമുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുമാണ് അവര് കാണുന്നത് അവരുടെ കാഴ്ചകളിൽ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് രണ്ട് അഭിനേതാക്കളാണ് ഉള്ളത്. ഒന്ന് ദിലീഷ് പോത്തനും ഒന്ന് റോഷൻ മാത്യൂസും ആണ്. ഇവരാണ് മെയിൻ കഥാപാത്രം. ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ ഇവർ രണ്ടുപേരുമാണ്. ഇതിൽ ദിലീഷ് പോത്തന്റെ യോഹന്നാൻ എന്ന് പറയുന്ന കഥാപാത്രം കുറെ വർഷങ്ങളായിട്ട് ഈ പോലീസിൽ ഉള്ള ആളാണ്. മറ്റുള്ള റോഷൻ മാത്യൂസ് ഇപ്പൊ പുതിയതായിട്ട് പോലീസിൽ വന്നു ചേർന്ന ഡ്രൈവറാണ്. അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു മത്സരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എക്സ്പീരിയൻസിന്റെ കാര്യം, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എക്സ്പീരിയൻസ് ഇല്ലാത്ത മറ്റു വ്യക്തി അത് എങ്ങനെ എടുത്തുചാടി കൈകാര്യം, ഇത് ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ പോലീസിന്റെ ജീവിതവും അധികാര കേന്ദ്രത്തിൽ നിന്നുള്ള അവരുടെ ഒരു വലിഞ്ഞു മുറുക്കലുണ്ടല്ലോ, അത് ഈ സിനിമ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ നല്ല പോലീസുകാരും പോലീസിലെ ചില പുഴുക്കുത്തുകളും ഉണ്ടല്ലോ, അതും സിനിമ നമ്മളോട് പറയുന്നുണ്ട്. അതുകൂടാതെ ഇതിലെ ചില ഡയലോഗുണ്ട്. പോലീസായാൽ എന്താണോ ഉള്ളത്, അതായത് ഒരു നിരീക്ഷണ പാഠമാണ് പോലീസിന് വേണ്ടത്. കാരണം ഒരു സംഗതി അത് ക്രൈമായിട്ട് എന്തായാലും അവിടെ നിരീക്ഷിക്കണം. അവിടെ പല സംഭവങ്ങളും നടക്കും, നമ്മൾ അതിനെ നല്ല പക്വതയോടെ സമീപിക്കണം. അവിടെ ഒരു നിരീക്ഷണ പാഠം ആണ്, അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ മറ്റൊരു ഡയലോഗ് ഉണ്ട് ഇതിൽ. ഈ നാട്ടിൽ 3.5 കോടി ജനങ്ങളെ നിയന്ത്രിക്കാൻ വളരെ കുറച്ച് പോലീസ് ഉള്ളൂ. അപ്പൊ ഈ ജനങ്ങളെ എങ്ങനെ പോലീസുകാർ നിയന്ത്രിച്ചു പോരും? കാരണം അവരുടെ ഇടി പേടിച്ചിട്ടാണ്, അല്ലാതെ നിയമത്തെയോ കോടതിയോ പേടിച്ചിട്ടല്ല എന്ന് ഇതിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം വെച്ചാൽ ഈ രണ്ട് പോലീസുകാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ കണ്ടു മറന്ന പോലീസുകാർ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളും അവരുടെ മുഖങ്ങളും അല്ലെങ്കിൽ അവരുടെ പോലീസ് ജീവിതത്തിലെ ആ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കണ്ടുപരിചയമുള്ള പോലീസുകാരാണ്. പക്ഷെ ഈ സിനിമ പറയുന്നത് ഒരു റിയലിസ്റ്റിക് രീതിയിലുള്ള ഒരു സിനിമയാണ്, അതിഭാവകത്വമോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് എനിക്കൊരു ബിലോ ഏവറേജ് മാർക്ക് നൽകാൻ സാധിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കുറച്ച് 5 കാര്യങ്ങളാണ് ഈ സിനിമയെ കുറിച്ച് എന്നിലെ പ്രേക്ഷകന് ഒരു പോരായ്മയായി തോന്നിയത്. കാരണം നല്ല രീതിയിലൊരു റിയലിസ്റ്റിക് രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചത്. അതുകൂടാതെ മറ്റൊരു കാര്യം, അവർ ചില കാഴ്ചകൾ കാണുന്നു, ചില സംഭവങ്ങളിൽ അവർ ഏർപ്പെടുന്നു, പക്ഷെ അതിൽ നമുക്കൊരു ഇമോഷണൽ ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല. അതായത് സിനിമയായിട്ട് നമുക്കൊരു കണക്ടിവിറ്റി വരുന്നില്ല, എന്നിലെ പ്രേക്ഷകന് അത് വന്നിരുന്നില്ല. അതുകൂടാതെ സിനിമ ആകുമ്പോൾ നമ്മൾ എന്താ അടുത്ത രംഗത്തിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ആണ്, അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന രംഗങ്ങൾ നമുക്കൊരു ഇമ്പമാണ് നമ്മുടെ മനസ്സിനോ നമ്മുടെ കണ്ണുകൾക്കോ. അത് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അടുത്തത് കാര്യം എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എൻഡിങ് ഇല്ല, ഒരു ദുഃഖസാന്ദ്രമായ ഒരു എൻഡിങ് ആണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സത്യം അല്ലെങ്കിൽ ഒരു സംഭവം നടന്നു, നമുക്കറിയാം ആ സംഭവം ഇങ്ങനെയാണ് നടന്നതെന്നുള്ളത്, അതായത് ഒരു സത്യം, ആ സത്യത്തെ ആണ് പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് അവസാനം കൊണ്ടുപോവുകയാണ്. ഇനി ആ സത്യമാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ സത്യമാണ്, ഞാൻ സത്യസന്ധനാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആ സത്യം വെളിപ്പെടുത്തണം. പക്ഷെ അതിവിടെ വെളിപ്പെടുത്തും, സത്യത്തെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു പോസിറ്റീവ് എൻഡിനോ ഒരു പൂർണ്ണമായി തൃപ്തി നൽകാനോ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല, എന്നിലെ പ്രേക്ഷകന് ഒരു തൃപ്തി കിട്ടാനായിട്ട്. അതുകൊണ്ട് ഇതൊരു ബിലോ ആവറേജ് സിനിമയായിട്ട് ഞാൻ കാണുകയുള്ളൂ. ഈ സിനിമ ഒരു ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് ഈ സിനിമ അധികം വിജയിക്കാൻ സാധ്യതയില്ല എന്ന് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കും. പക്ഷെ എല്ലാ പ്രേക്ഷകർക്കും ഈ സിനിമ മോശമാവാൻ വഴിയില്ലതാനും. കാരണം ഫോട്ടോഗ്രാഫി, മറ്റു കാര്യങ്ങൾ, തിരക്കഥ ഒക്കെ ചില ഒരു വിഭാഗം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ സാധ്യത ഉണ്ട് താനും. അല്ലാതെ മുഴുവൻ പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. കുറച്ച് പ്രേക്ഷകർക്ക് ഈ സിനിമ സ്വീകരിക്കാൻ തയ്യാറാകും. അപ്പോൾ ഇത്രയുമാണ് ഈ സിനിമയെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു സിനിമാ വിശേഷങ്ങളായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.